ഒന്നും പറഞ്ഞില്ല? ഞാനെന്ത് പറയാനാ? എൻ്റെ മോളോട് നിങ്ങൾ സംസാരിച്ചതല്ലേ, ഇനിയിപ്പോ നിങ്ങളുടെ മക്കൾ സമ്മതിക്കോ ഇതിന്? എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്കൊന്നും പ്രശ്നമില്ല. മോള് വരുന്നുണ്ട്, അപ്പോൾ നേരിട്ട് സംസാരിക്കാം. നിനക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ? അത് എനിക്കെന്ത് കുറവ്? നമുക്ക് മുമ്പ് അറിയാവുന്നതല്ലേ. മോള് വന്നിട്ട് എന്നാ സംസാരിച്ച് തീരുമാനിക്കാം. അല്ല, എന്നാ വരുന്ന അവള്? എക്സാം ഒക്കെ തീർന്ന അവളുടെ? കഴിഞ്ഞു, മറ്റന്നാൾ ഹോസ്റ്റലിൽ നിന്ന് വരുമെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി എന്തോ പാട്ടുണ്ടെന്നാ പറഞ്ഞത്. ആണോ? എന്നാ അവള് വരട്ടെ. കുറെ മുമ്പ് കണ്ടത് അവളെ. ഇപ്പോ ആകെ മാറിയിട്ടുണ്ട് അവള്. ഇപ്പത്തെ കുട്ടികളല്ലേ, കുറച്ചൊക്കെ പിന്നെ മാറണ്ടേ? ഇത് കുറച്ച് കൂടി പോയോന്നാ എന്റെ സംശയം. ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം. ഇന്ന് നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആണ്. നമുക്കൊന്ന് കുറച്ച് ഡ്രിങ്ക്സ് ചെയ്താലോ? പിന്നെ ചെയ്യാതെ, നീ ഇങ്ങതാ, ഞാൻ വയ്ക്കാം. എവിടെ ധ്രുവ? എവിടെ? അവളിതെവിടെ പോയി? ദേ, നിന്നെ തോന്നുന്നത് നീ കണ്ടില്ലേ? ഈ പെണ്ണ് ധ്രുവി, ഇങ്ങ് വാ പെണ്ണെ. എന്താ, ഞാൻ ഡാൻസ് കളിക്കട്ടെ? വാ, നമുക്ക് ഡ്രിങ്ക് ചെയ്യാം, എന്നിട്ട് കളിക്കാം. ഓ ഓക്കെ, എന്നാ പോയി. മതി പെണ്ണെ. ഇന്നെനിക്ക് ആർമാദിക്കണം. എക്സാമും പഠിപ്പും എല്ലാം തീർന്നു. ഇനി ഫ്രീ. ഇന്ന് എനിക്ക് ഇതുവരെ അനുഭവിക്കാത്ത മുഴുവൻ അനുഭവിക്കണം. അല്ല, എന്താണ് മോളുടെ ഉദ്ദേശം? യുനോ, നല്ലതൊരു ഉദ്ദേശം. നിങ്ങൾക്കറിയോ, ഐ ആം സ്റ്റിൽ വെർജിൻ. അതിന് പെണ്ണെ, നീ ഇവിടെ അടങ്ങിയിരുന്നേ, നല്ല ഫിറ്റാണ് നീ. നോ, ഞാൻ എനിക്ക് പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ബൈ ഗൈസ്. ദേ പോയി പെണ്ണ്. അവള് പോട്ടെ, ഏതുവരെ പോവാനാ? അവിടെ എവിടെയെങ്കിലും തട്ടി നിന്നോളൂ അവള്. അത് ശരിയാ. നീ എന്താ നോക്കിയിരിക്കുന്നത്? ഇത് നിന്റെ കമ്പനിയുടെ സക്സസ് പാർട്ടി അല്ലേ? 2 എണ്ണം അടിക്ക്. എനിക്കൊരു മൂടില്ല ഏട്ടാ. പോ ചെറുക്ക, നീ കഴിച്ചേ. ഞാനില്ലേ നിന്റെ കൂടെ, നീ ഓവറാവാതെ ഞാൻ നോക്കിക്കോളാം. വേണ്ടേട്ടാ, ഞാൻ കഴിച്ചാൽ എനിക്ക് കൺട്രോൾ കിട്ടില്ല. അത് ഞാൻ നോക്കിക്കോളാടാ. നീ ഇവിടെ ഇരിക്ക്, ഞാനൊന്ന് ബാത്റൂമിൽ പോയി വരാം. പെട്ടെന്ന് വാ. കിടക്കാണെങ്കിൽ അയാളെ പോലെ ഒരാളുടെ കൂടെ വേണം കിടക്കാൻ. ധ്രുവി, യു ക്യാൻ ഡു ഇറ്റ്. ചില്ലി. ഹേ ബണ്ണി, യു ആർ സോ ഹാൻസം. ആരാ? ബ്യൂട്ടിഫുൾ. ഓ, താത്ത നേരെ നിൽക്കുന്നില്ലല്ലോ. ഷോ, പാവം, നമുക്ക് തീരെ ബോധമില്ലാന്ന് തോന്നുന്നു. പാവം, എന്ത് ചെയ്യാനാ? പോർ ബണ്ണി. ഓ ധ്രുവി, നിനക്ക് ബോധമില്ലേ? നേരെ നിൽക്ക്. ഒന്ന് പോയി മുഖം കഴുകിയേക്കാം. അയ്യോ ധ്രുവി, നോ 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 നോ, മുഖം കഴുകി എൻ്റെ മേക്കപ്പ് എല്ലാം പോകും. നോ 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 നോ. ബണ്ണി ബണ്ണി എന്താ ഇവിടെ? മുഖം കഴുകാൻ വന്നതാണോ?
ആർ സോ ബ്യൂട്ടിഫുൾ. ഷുവർ ബണ്ണി. ഓ, ഒരു ശല്യം. എന്താടാ അകത്ത് പണി? ഓ, നല്ല പണിയിലായിരുന്നല്ലേ. ഞങ്ങൾ ശല്യമായി കാണും അല്ലേ? സാർ, അത് നിങ്ങൾക്ക് എത്തുന്ന പോലെയല്ല. ഞങ്ങൾ സ്റ്റോപ്പ്. കൂടുതൽ കിടന്ന് മെഴുകണ്ട. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത് തന്നെ എല്ലാവരും പറയാറ്. ഡോ, ഇവരെ പിടിച്ച് വണ്ടിയില്. സാർ, ഒന്ന് പറയട്ടെ. സാർ പ്ലീസ്, സാർ പ്ലീസ്. രണ്ടിനും ബോധമില്ല. നാളെ ആവട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അവിടെ കിടക്കട്ടെ രണ്ടോ. ഓ, തല വേദനിക്കുന്നു. ഇതിപ്പോ എവിടെയാ? ഓ ഷിറ്റ്. എണീറ്റോ? ആ കൊച്ചിനെയും കൂടി വിളി. എനിക്ക് ഓ, കുറച്ചു നേരം കൂടി തല വേദനിക്കുന്നുണ്ട് എനിക്ക്. എനിക്ക് എന്നിട്ട് ചുറ്റും നോക്ക്. പോലീസ് സ്റ്റേഷനോ? അയ്യോ, ഞാനെന്താ ഇവിടെ? അയ്യോ, മോൾക്കറിയില്ലേ? ഇന്നലെ പിടിച്ച് കൊണ്ടുവന്നതൊന്നും മോൾക്ക് ഓർമ്മയില്ലേ? ഓ സാർ പ്ലീസ്, ആരെ അറിയിക്കരുത്. എന്നെ വിടണം പ്ലീസ്. എന്റെ പൊന്നു കൊച്ചെ, ഈ ചെറുപ്രായത്തിൽ എന്തിനാ നശിക്കുന്നത്? ഇവരെ പോലെയുള്ളവരെ ഒന്നും വിശ്വസിക്കരുത്. കൂടെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ടി വരില്ല. അവസാനം നിങ്ങളുടെ കണ്ണീര് ഞങ്ങൾ തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. നിങ്ങളെ അങ്ങ് പിടിച്ച് കെട്ടിക്കാൻ. അപ്പൊ പിന്നെ സ്വാതന്ത്ര്യത്തോടെ എന്തോ ആവാലോ നിങ്ങൾക്ക്. എന്തേ? അയ്യോ, എനിക്ക് പറ്റില്ല. എന്റെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാവും. എന്നാ വേണ്ട, ഞങ്ങൾ വീട്ടിൽ വിളിച്ച് നിങ്ങളെ മകളെ അനാശ്വാസത്തിന് ഹോട്ടലിൽ നിന്ന് പിടിച്ചു എന്ന് പറയാം. എങ്ങനെയുണ്ട്? ഇതിപ്പോ മേടി അറിഞ്ഞാലാവും പ്രോബ്ലം. അതാണ് ഒരു മാരേജ് ആക്കിയത്. ഇനി നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ഇവ നിന്നെ ഒഴിവാക്കാതിരിക്കാൻ ഈ മാരേജ് നല്ലതാ. സാർ, ഞങ്ങൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ല. സത്യം. അതെ സാർ. അതോടൊപ്പം പറയാൻ പറ്റും നിങ്ങൾക്ക്? ഇങ്ങോട്ട് വരുമ്പോ നിങ്ങൾ രണ്ടുപേർക്കും ബോധം കൂടെ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ വിശ്വസിക്കും? ഇന്ന് നിങ്ങളുടെ മാരേജാണ്. പെട്ടെന്ന് റെഡി ആയിക്കോ. സാർ, ഞാൻ സമ്മതിക്കില്ല. സാർ, ഞാനൊന്ന് സംസാരിക്കട്ടെ ഇവളോട്? പെട്ടെന്നാവട്ടെ. ഓക്കെ, വാ. നമുക്ക് പരസ്പരം അറിയില്ല. നമുക്ക് അയാൾ പറയും പോലെ ഉറപ്പിട്ടിട്ട് പോവാം. അവരത് കൊടുക്കാനൊന്നും പോകുന്നില്ല. ചുമ്മാ നമ്മളെ പേടിപ്പിക്കാനാവും. ഡോൺ വരി, ഉറപ്പിന്റെ കാര്യമല്ലേ. ഓക്കെ സാർ, ഞങ്ങൾ ഓക്കെയാണ്. അതെ സാർ, ഞങ്ങൾ ഓക്കെയാണ്. ഡോ, ആ രജിസ്ട്രാറോട് ഇങ്ങോട്ട് വരാൻ പറ. ഓക്കെ സാർ. എക്സ്ക്യൂസ് മീ സർ, ഞാൻ വന്നത് അതെ അവനെ പുറത്തിറക്കാൻ. ഓ, നേരെ ഫ്രണ്ടാണോ അവൻ്റെ? അപ്പോൾ മാരേജിന് സാക്ഷി ചെയ്യപ്പെടാൻ ആളായല്ലോ. വാട്ട് മാരേജോ? എന്ത് ഈ പറയുന്നേ? സാർ, ഞാനൊന്ന് സംസാരിക്കട്ടെ നീടനോട്? ഓക്കെ,
പെട്ടെന്നാവട്ടെ. എന്താടാ ഇവിടെ? ഇന്നലെ അവിടെ റെയ്ഡ് ഉണ്ടായെന്ന് കേട്ടിട്ടാ ഞാൻ വന്നപ്പോ നിന്നെ കണ്ടില്ല. അവിടെ അന്വേഷിച്ചു പോയാ പോലീസ് കൊണ്ടുപോയെന്ന് കേട്ടത്. നിന്നെ പെട്ടെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ നിന്റെ ഇമേജ് എന്താവും? ഏട്ടാ പറ്റിപ്പോയി. ഞാൻ പറഞ്ഞതില്ലേ ഡ്രിങ്ക് ചെയ്താൽ ശരിയാവില്ലെന്ന്. ഇനിയിപ്പോ ഇവര് പറഞ്ഞത് കേൾക്കല്ലാതെ നിവൃത്തിയില്ല. മീഡിയ അറിഞ്ഞ പ്രോബ്ലം ആവും. എന്നിട്ട് ആ പെണ്ണിനെ കെട്ടാൻ പോവാണോ നീ? നിനക്ക് ഭ്രാന്തുണ്ടോ? ഒരു പേര് പറയാത്തൊരു പെണ്ണിനെ കെട്ടാൻ? ഒരു ഒപ്പിടുന്ന കാര്യമല്ലേ, ഒപ്പിട്ട് കഴിഞ്ഞാൽ വിടും. ഇവര് ചിലപ്പോൾ പേടിപ്പിക്കാനാവും. അവരത് രജിസ്റ്റർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഉറപ്പുണ്ടോ നിനക്ക്? ഇതൊക്കെ അച്ഛനറിഞ്ഞാൽ എന്താ? എനിക്ക് ചിന്തിച്ചൂടാ. ഇതല്ലാതെ വേറെ വായില്ല. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. എന്നിട്ടും അവള് സമ്മതിച്ചോ ആ കൊച്ച്? ഇല്ല, പിന്നെ ഞാൻ സംസാരിച്ച് സമ്മതിപ്പിച്ചു. കണ്ടിട്ട് സ്റ്റുഡൻ്റ് ആണെന്ന് തോന്നുന്നു ആ കൊച്ച്. പുലിവാലാവോ? നോ, ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള നോക്കാം. ഓക്കെ, നടക്കുന്ന. എക്സ്ക്യൂസ് മീ സർ, ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന ധ്രുവി. ഓ, ആ കൊച്ചിന്റെ ആരാ? ഞങ്ങൾ അവളുടെ ഫ്രണ്ട്സാ. അകത്തുണ്ട്, ചെല്ല്. ആരെ? ഇവിടെ ഇറക്കാൻ വന്നതാണോ? അതെ സർ. പേടിക്കണ്ട, ഞങ്ങളിവിടെ കല്യാണം നടത്തി. ഇനി വീട്ടിൽ പോവാം. എന്താ ഇവിടെ മാരേജ് സാർ? എന്താ ഇവിടെ ധ്രുവി? നീ ഓക്കെയാണോ? അല്ല, നമുക്ക് റൂമിൽ പോവാം. വാ. അല്ല, അവരോട് പറയണ്ടേ? വേണ്ട, നിങ്ങൾ വന്നേ. ആ കൊച്ചു പോയല്ലോ. ഒന്നും ചോദിക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോ ഇങ്ങനെ കണ്ടുപിടിക്കും അവളെ? ഇനി എന്തിനാ അവളെ? വേണം ഏട്ടാ, അവളെ പറ്റി അറിയണം. നമുക്ക് അന്വേഷിക്കാം. രജിസ്റ്റർ എന്തായാലും ഡീറ്റെയിൽസ് ഉണ്ടാവുമല്ലോ, നോക്കാം. ഏട്ടാ, അവര് മാരേജ് രജിസ്റ്റർ ചെയ്യുമെന്ന് ഒന്ന് അന്വേഷിക്കണം. നോക്കാം. നീ വാ, ഡാഡി വെയിറ്റിംഗ് ആവും. നീ എന്ത് ചെയ്യാനാ പോണേ? എന്ത് ചെയ്യാൻ? അയാള് പറഞ്ഞത് ഇത് രജിസ്റ്റർ ഒന്നും ചെയ്യില്ലെന്ന്. എന്തായാലും ഞാൻ വീട്ടിൽ പോട്ടെ, അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാ നിന്റെ പ്ലാൻ? അതപ്പോഴല്ലേ, അപ്പൊ എന്തെങ്കിലും ചെയ്യാം. നീ എന്താ രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട്? സോറി, ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയി. എന്നാ പോയി ഫ്രഷ് ആയി വാ, ഞാൻ കാപ്പി എടുക്കാം. ഓക്കെ, നാളെ നമുക്ക് അങ്കിളിനെ കാണാൻ പോണ്ടേ? അയ്യട, ഒരു നാണം. ഒന്ന് പോടി. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. എന്താ ധ്രുവി, നിനക്ക് വട്ടാണോ? എന്തൊക്കെയാ ആലോചിക്കുന്നത്? എന്റെ ഫസ്റ്റ് കിസ്. പോലീസ് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ആലോചിക്കാൻ വയ്യ. നിയമ പോലും ചോദിക്കാൻ പറ്റിയില്ല. ഹീ സോ ഹോട്ട്. അയ്യോ ധ്രുവി, നോ 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 നോ. ഹായ് അങ്കിൾ, സുഖാണോ? മോളും, നീ ആകെ മാറിയല്ലോ. ആണോ? വാ, ഇരിക്കും. നമുക്ക് എന്താ വേണ്ടത്? എനിക്ക് കോഫി മതി അങ്കിൾ. വന്നില്ലേ വരുമെന്ന് പറഞ്ഞിട്ട്? അവൻ കുറച്ച് ലേറ്റ് ആവും. അങ്കിളിന് 2 മക്കളാണല്ലേ? മോളെ, നീ ആരെ കണ്ടിട്ടില്ലല്ലോ? ഇല്ല. അല്ല അങ്കിൾ, എന്താ നിങ്ങളുടെ പ്ലാൻ? നമുക്ക് മാരേജ് നടത്തണ്ടേ?
ഒന്ന് പോവണേ. അതൊക്കെ അവനും കൂടെ വന്നിട്ട് സംസാരിക്കാം. മോളിപ്പോ ഫാഷൻ ഡിസൈൻ കഴിഞ്ഞില്ലേ? അടുത്ത പ്ലാൻ എന്താ? എന്ത് പ്ലാൻ? ഒരു ജോബ് നോക്കണം. മോൾക്ക് മോഡലിംഗ് ഇഷ്ടമാണോ? ആണെങ്കിൽ എൻ്റെ മോൻ്റെ കമ്പനിയിൽ ഒരു മോഡലിന് വേണം. മോള് ചിലപ്പോൾ പെർഫെക്റ്റ് ആവും. അത് വേണം. അങ്കിൾ, എനിക്ക് മോഡലിംഗ് ഒന്നും അറിയില്ല, പക്ഷേ പറഞ്ഞു തന്നാൽ ചെയ്യാൻ നോക്കാം. എന്നാ അവൻ വന്നാ ഞാൻ പറയാം അവനോട്. ഓക്കെ അങ്കിൾ. അല്ല, കമ്പനിയുടെ നെയിം എന്താ? ആർട്ടി ഫാഷൻ, മോള് കേട്ടിട്ടുണ്ടോ? ഓ, അത് അങ്കിളുടെ മോനെ കമ്പനിയാണോ? ഈയിടയ്ക്ക് ഒരു ഇവന്റിൽ അവർക്കായിരുന്നല്ലോ ഫസ്റ്റ്. അതെ, അതിന്റെ സക്സസ് പാർട്ടി ഇന്നലെ ആയിരുന്നു. ഓ, ആണോ? എന്താ ഏട്ടാ, എന്താ വിളിച്ചേ? ഞാൻ ഡാഡിയുടെ അടുത്ത് പോവാ. എന്തെങ്കിലും അർജന്റ് ആണോ? ഡാ, ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അവർ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വാട്ട്? ഇനി എന്ത് ചെയ്യും? അവളെ എവിടെ പോയി തപ്പും ഞാൻ? ഡാ, നീ വിഷമിക്കണ്ട. അവളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കിട്ടിയാൽ വിളിക്കാം. ഓക്കെ. ഇനിയിപ്പോ വരുന്നിടത്ത് വെച്ച് കാണാം. ദൈവം, അതിനെ മോൻ, ഇളയ മോൻ രുദ്രാംശ് മേനോൻ. ഈശ്വര, ഇങ്ങനെയോ? ഇത് അങ്കിളുടെ മോനാണോ? മോനെ വാ, ഇതാണ് ശ്രീദേവി. ഇത് ശ്രീദേവിയുടെ മോള് ധ്രുവിക. ഇവളോ? എന്റെ ദൈവമേ, എന്റെ സിസ്റ്റർ ആവാൻ പോകുന്നവളാണോ ഞാൻ കെട്ടിയത്? എന്താ മോനെ ആലോചിക്കുന്നത്? മോനെ ഇരിക്കും. ആന്റി, സുഖാണോ? ആ മോനെ. എന്നാ ഏട്ടനോട് ചോദിച്ചിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ആക്കാം. ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഈ മാരേജിന്. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നോക്ക് ദേവി, രുദ്ര, നീ നിന്റെ കമ്പനിയിൽ ഒരു മോഡലിന് വേണമെന്ന് പറഞ്ഞില്ലേ? ധ്രുവി അതിന് ആപ്റ്റാകും. നീ ഒന്ന് ആലോചിക്കുക. ഓക്കെ ഡാഡി, ഞാൻ ധ്രുവിയോടൊന്ന് സംസാരിക്കട്ടെ. ആൻറ്റിക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ? ഏയ്, നോ പ്രോബ്ലം. എന്നാ നിങ്ങൾ സംസാരിച്ചിട്ട് വാ. ഓക്കെ അമ്മ. എനിക്ക് നിന്നെക്കുറിച്ച് ഞാൻ അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു. സോറി, പറയാതെ അന്ന് പോയതിന്. ഒരു പ്രോബ്ലം ഉണ്ട്. അവർ മാരേജ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നീ ഇപ്പോൾ ലീഗലി എൻ്റെ ഭാര്യയാണ്. അത് പറ്റില്ല. ഇനി എന്ത് ചെയ്യും? ഐ ഡോണ്ട് നോ. എന്തായാലും ഡിവോഴ്സ് ചെയ്യാൻ 6 മന്ത് എടുക്കും. അതുവരെ ആരും അറിയരുത്. ബിക്കോസ് ഡാഡിയുടെയും ആൻറ്റിയുടെയും മാരേജ് കഴിഞ്ഞാൽ യു ആർ മൈ സബ് സിസ്റ്റർ. താൻ പേടിക്കേണ്ട, ടൈമുണ്ടല്ലോ. പിന്നെ നാളെ ഓഫീസിലേക്ക് വന്നോളൂ. ഡാഡി പറഞ്ഞതല്ലേ എനിക്കൊരു മോഡൽ വേണം. താൻ അതിന് ആപ്റ്റായിരിക്കുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, നാളെ വരാം. ഞാൻ പോയിട്ട് വരാം. എന്താ ഏട്ടാ? ഡാ, ഡീറ്റെയിൽസ് കിട്ടി. അവളുടെ നെയിം ധ്രുവിക. വേണ്ട ഏട്ടാ, എനിക്കറിയാം. അറിയാന്നോ? എങ്ങനെ? ഞാനിപ്പോൾ അവളെ കണ്ടേ ഉള്ളൂ. വാട്ട്? എവിടുന്ന്? എങ്ങനെ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഏട്ടൻ ഫോൺ വെച്ചോ. ധ്രുവിക, ആദ്യമായി മുഖം തോന്നിയത് നിന്നോടായി പോയല്ലോ. എന്ത് ചെയ്യാനാ? അൺഫോർച്ചുനേറ്റ്ലി യു ആർ ഗോയിങ് ടു ബി മൈ സിസ്റ്റർ. ബട്ട് സിസ്റ്ററിനേക്കാൾ മുമ്പ് യു ആർ മൈ വൈഫ്. എന്താടി പ്രോബ്ലം? അയാളില്ലേ? ഏതയാള്? നീ കാര്യം പറ. നിന്റെ കൂടെ പിടിച്ച ആളില്ലേ? ഓ, നിന്റെ ഭർത്താവ്. ആ, അതന്നെ. അതില്ലേ? ഏതില്ലേന്ന് നീ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾ മാരേജ് ലീഗലി രജിസ്റ്റർ ചെയ്തടി. ഇനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? ഒരു ചുള്ള ഹസ്ബൻഡിനെ കിട്ടിയില്ലേ? അതല്ല പ്രോബ്ലം. പിന്നെന്താ പ്രോബ്ലം? അയാളില്ലേ, ഗണേഷ് അങ്കിളിന്റെ മോനോ? എന്ത്? നിന്റെ മമ്മിയെ കെട്ടാൻ പോകുന്ന അങ്കിളിന്റെ മോനോ? അതേടി. അപ്പൊ അയാൾ നിന്റെ സ്റ്റെപ്പ് ബ്രദർ ആവില്ലേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യും ഞാൻ? ഒരു ഭാഗത്ത് അയാളെന്റെ ലീഗലി ഹസ്ബൻഡ്, മറുഭാഗത്ത് ബ്രദർ. പോരാത്തതിൽ നാളെ തൊട്ട് അയാളുടെ കമ്പനിയിലാണ് എനിക്ക് ജോബ്. ജോബാ?
അതെപ്പാ? അതിന്ന് അങ്കിൾ സെറ്റാക്കിയതാ മോഡലായിട്ട്. അയാള് ആർഡി ഫാഷന്റെ MD ആണ്. സബാഷ്, നന്നായി. നീ എന്തായാലും പേടിക്കണ്ട, അയാളെന്തേലും വൈകിട്ടുണ്ടാവും. ശരിയാണ്, അതാണ് ഒരു സമാധാനം. എന്നിട്ട് എവിടെ മീര? ഇവിടെ ഏതാ അവളുടെ ദേവേട്ടനെ വിളിക്കുന്നു. ഓ ശരി, എന്നാ അവളോട് പറയല്ല. ഓക്കെ ഡി, ബൈ. പാവം ഡി മീരെ, കയ്യിലിരുന്നിട്ട് കുറുകല്. നമുക്കൊന്നും മരുന്നിന് പോലും ആരില്ലല്ലോ എന്റെ ദൈവമേ. സിംഗിൾ പ്രസംഗേ. എന്നിട്ട് പാറ ദേവേട്ട വേറെന്തൊക്കെയുണ്ട്? ഏട്ടാ ഏട്ടാ ഏട്ടനിത് എവിടെ? ഞാൻ പിന്നെ വിളിക്കാം. എന്താടാ? ആരെ ഫോണില്? അതാരുമില്ല. അല്ല നീ പറ, അവിടെ എങ്ങനെ കണ്ടേ? എടാ മോനെ, ഇനിയിപ്പോ എന്ത് ചെയ്യാം? ലീഗലി അവളെ പോന്നിട്ട് ഭാര്യയാണ്. ബട്ട് ഡാഡി മാരേജ് കഴിഞ്ഞാൽ അവൾ നമ്മുടെ സിസ്റ്ററാണ്. എന്ത് ചെയ്യും ഇനി? അന്ന് ഞാൻ പറഞ്ഞതാ ആലോചിച്ചിട്ട് മതിയെന്ന്. ഏട്ടാ മതി, എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഡിവോഴ്സ് അപേക്ഷിക്കുകയാണെങ്കിൽ 6 മാസമെങ്കിലും ആവാതെ എങ്ങനെയാ? നീ എന്തായാലും സമാധാനപ്പെടും, നമുക്കൊരു വഴി ഉണ്ടാക്കാം. നാളെ എന്തായാലും അവൾ ഓഫീസിൽ വരില്ലേ? എനിക്ക് ശരിക്കും ഒന്ന് കാണണം നിന്റെ ഭാര്യയെ. അല്ല, നിന്റെ പെങ്ങളാവാൻ പോകുന്നവളെ. അമ്മേ, ഞാൻ പോയിട്ട് വരാം. ആ മോളെ, സൂക്ഷിച്ചു പോയി വാ. ഓക്കെ ബൈ. ഈശ്വര, കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ? എക്സ്ക്യൂസ് മീ, രുദ്ര സാർ വന്നിട്ടില്ലേ? ഉണ്ട്. അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടോ? എന്നോട് വരാൻ പറഞ്ഞിരുന്നു. ഓ ഓക്കെ ധ്രുവിക, പ്ലീസ് കമോൺ. Wow, she is so beautiful. Who is she? മേ ഐ കമിങ് സർ? Yes, coming. സർ, ധ്രുവിക വന്നിട്ടുണ്ട്. ഓക്കെ, അവളോട് അകത്തേക്ക് വരാൻ പറ. അല്ല, എന്താ അവരെല്ലാം നോക്കുന്നത്? അത് ആ കുട്ടിയെ കണ്ടിട്ടാ. ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. ഓ ഓക്കെ, വായി നോക്കാതെ വർക്ക് ചെയ്യാൻ പറ അവരോട്. ഓക്കെ സർ. അകത്തേക്ക് ചെന്നോളൂ. സർ, മേ ഐ കമിങ്? കയറി വാ തൊടി. Wow, gorgeous. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഇരിക്കും. ഞങ്ങളുടെ പുതിയ ഡിസൈന് ഒരു മോഡൽ വേണമായിരുന്നു. തന്നതിന് ആപ്റ്റാവും. അത് അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ എതിർപ്പൊന്നും പറയുന്നത്. പിന്നെ പറഞ്ഞതുകൊണ്ട് വിചാരിക്കരുത്, നമ്മുടെ റിലേഷൻ ഇവിടെ ആരും അറിയണ്ട. ഡാഡിയുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം പറയാം. ഓക്കെ? ഓക്കെ. ഹലോ സ്റ്റെഫി, എല്ലാവരോടും മീറ്റിംഗ് ഹാളിലോട്ട് വരാൻ പറ. ഓക്കെ സർ. ധ്രുവി വാ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നിങ്ങനെ മീറ്റിംഗ് വിളിച്ചത് ഒരാളെ പരിചയപ്പെടുത്താനാണ്. ഇത് ധ്രുവിക, നമ്മുടെ ന്യൂ ഡിസൈനിങ്ങിൻ്റെ മോഡലിംഗ് ധ്രുവികയാണ് ചെയ്യാൻ പോകുന്നത്. ഷീസ് ന്യൂ ഇൻ ദിസ് മോഡലിംഗ് ഫീൽഡ്. സോ നിങ്ങളെല്ലാവരും അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, എന്നാൽ എല്ലാവരും ബാക്ക് ടു വർക്ക്. ധ്രുവിക, കമോൺ. ഓക്കെ ധ്രുവി, ഞാൻ വിളിക്കാം. നീ നിന്റെ നമ്പർ സ്റ്റെഫിയുടെ കയ്യിൽ കൊടുത്തേക്ക്, ഞാൻ വിളിക്കാം. ഓക്കെ സർ. വാവ്, ഷീ ഈസ് സോ ക്യൂട്ട്. നമ്മുടെ ന്യൂ ഡിസൈൻ ധ്രുവികക്ക് നല്ല മാച്ചാവും. യെസ്, ആ ഡ്രസ്സിൽ ധ്രുവിക നല്ല സെക്സി ആയിരിക്കും. എന്താ ഇവിടെ ആരാ സെക്സി? സോറി സർ, ഞങ്ങൾ ചുമ്മാ പുതിയതായി വന്ന മോഡലിന് നമ്മുടെ ന്യൂ ഡിസൈൻ നല്ല ആപ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞതാ. ഓ ഓക്കെ, നിങ്ങൾ പോയി വർക്ക് ചെയ്യാൻ നോക്ക്. ഇത് മിക്കവാറും ഒരു ഇത്രയും പണിയാവും. ഹേയ്, ഒന്ന് നിൽക്ക്. എന്നെ മനസ്സിലായോ ഇയാൾക്ക്? അത് അന്ന് പോലീസ് സ്റ്റേഷനിൽ. ആ അത് തന്നെ, ഞാൻ ദേവാൻഷ് മേനോൻ, ഋതുയുടെ ബ്രദറാണ്. അയ്യോ, ഗണേശന്റെ ഓലെ മകനാണോ? അതെ, അന്ന് നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാവുമെന്ന് കരുതിയില്ലല്ലോ. അത് ശരിയാ സാറ് പറഞ്ഞത്. ഏയ് അങ്ങനെ വിളിക്കണ്ട, മോൾക്ക് ഏട്ടാന്ന് വിളിക്കാം. നമ്മൾ എന്തായാലും ഏട്ടനും അനിയത്തിയും ആവാൻ പോവല്ലേ. അയ്യോ, അത് വേണ്ട, അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് നോക്കാം. അതെന്താ ഇപ്പൊ വിളിച്ച?
അല്ല, രുദ്ര സാർ പറഞ്ഞു അവരുടെ മാരേജ് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ളവർ അറിഞ്ഞാൽ മതിയെന്ന്. ഞാൻ സാറിനെ ഏട്ടാന്ന് വിളിക്കുന്നത് ആരെങ്കിലും കേട്ടാ? ഓ അതാണോ? അതോർത്ത് പേടിക്കണ്ട, എനിക്കതൊന്നും പ്രോബ്ലം അല്ല. അവനെ നീ കല്യാണം കഴിഞ്ഞിട്ട് ഏട്ടാന്ന് വിളിച്ചാൽ മതി. എന്നാ ഞാൻ പോട്ടെ. ശരി മോളെ, പിന്നെ മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്തു. ഈ വരുന്ന മൺഡേയാണ്. അമ്മയോട് അച്ഛൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആണോ? ഓക്കെ എന്നാ. പിന്നെ മോള് അമ്മയുടെ കൂടെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിൽക്കണം, ഓക്കെ? അത് വേണോ? ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാനാണ് പ്ലാൻ ചെയ്തത്. നോ, അത് പറ്റില്ല. അമ്മ എവിടെയാണോ അവിടെയാണ് മോള് വേണ്ടത്. പിന്നെ അത് നിന്റെ ഭർത്താവിനോട് കൂടെയല്ലേ. ധൈര്യമായിട്ട് വരാം. അയ്യോ, ജസ്റ്റ് കിട്ടിങ്. നമുക്കെല്ലാം ശരിയാക്കാടോ. ശരി ഏട്ടാ. ആഹാ, ആ കുറവ് അങ്ങ് മാറി. ഏട്ടാന്ന് വിളിക്കാൻ ആളില്ലാത്ത വിഷമം അങ്ങ് മാറി കിട്ടി. എന്നാ മോൾ പൊക്കോ. ഡാ, എന്റെ മകൾ നല്ല സുന്ദരിയാണല്ലോ. ഏട്ടൻ കണ്ടോ ധ്രുവിയെ? കണ്ടു, സംസാരിച്ചു. പിന്നെ നിന്റെ സ്റ്റാഫ്സ് ഒക്കെ ധ്രുവിയെ നമ്മുടെ ന്യൂ സെക്സി ഡിസൈൻ ഡ്രസ്സിൽ കാണാൻ നിൽക്കാണ്. അവൾക്ക് വന്നുപോയ ഫാൻസ് ആണല്ലോടാ. പിന്നെ മാരേജ് ഡേറ്റ് ഫിക്സ് ആയി, ഈ മൺഡേ. അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ആണോ? ഓക്കെ. പിന്നെ ഞാൻ അവളോട് നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്തിന്? പിന്നെ അവളവിടെ തങ്ങി നിൽക്കണോ? ഓ, അത് ശരിയാണല്ലോ. നിനക്ക് പിന്നെ അതൊന്നും അറിയണ്ടല്ലോ. ലീഗലി അവൾ നിന്റെ ഭാര്യയാണ്. അവളുടെ എല്ലാ കാര്യവും നീയാണ് ശരിക്കും നോക്കേണ്ടത്. ഏട്ടാ മതി, അതെന്നെ ഇങ്ങനെ ഓർപ്പിക്കല്ലേ. ഓ, ഞാനൊന്നും പറയുന്നില്ല. നിന്റെ മെയിൽ സ്റ്റാഫിൻ്റെ ഒക്കെ കണ്ണ് അവളുടെ അടുത്താ. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. എന്നാ ശരി, ഞാനങ്ങ് പോട്ടെ. എനിക്ക് ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട്. എന്തൊരു ആശ്വാസം അവൻ്റെ മനസ്സമാധാനം കളഞ്ഞപ്പോൾ. എന്തൊക്കെയോ ഉണ്ട് അവൻ്റെ മനസ്സിൽ. ഇതുവരെ ഒരു പെണ്ണിനെ പോലും നോക്കാത്ത എൻ്റെ ചെക്കൻ റൂപ് വരെ എത്തണമെങ്കിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ അവളെ കണ്ട് അവൻ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. ബട്ട് ഈ ഒരു ട്വിസ്റ്റ്, അതിൽ നിന്ന് എങ്ങനെ ഒരു പോലും ഇനി. സ്റ്റെഫി, ഈ ഡിസൈൻ ധ്രുവിക ചെയ്യേണ്ട. ധ്രുവികക്ക് വേറെ കോസ്റ്റ്യൂം കൊടുക്കാം. ബട്ട് സർ, ധ്രുവികക്ക് ഈ ഡിസൈൻ നല്ല മാച്ച് ആവും. ഡു വാട്ട് ഐ സേ. ഓക്കെ സർ. എന്ത് പറ്റി സ്റ്റെഫി? സാറ് ഈ ഡിസൈൻ ധ്രുവികക്ക് കൊടുക്കണ്ട. അതെന്താ? ഈ ഡ്രസ്സിൽ ധ്രുവിക നല്ല സ്റ്റണ്ണിങ് ആവും. എനിക്കറിയില്ല, സാറ് പറയുന്നത് കേൾക്കാല്ലാതെ നിവൃത്തിയില്ലല്ലോ. സ്റ്റെഫി, ഞാനിതൊന്ന് ട്രൈ ചെയ്തോട്ടെ? എനിക്കിത് ഇഷ്ടപ്പെട്ടു. അയ്യോ, മേഡത്തിന് വേറെയാണ് ഡിസൈൻ. ഓ ആണോ? ഓക്കെ. ധ്രുവിക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തോ. ഇത് നമ്മുടെ ഡിസൈൻ തന്നെയല്ലേ. ബട്ട് സർ, രുദ്ര സാറ് ഇത് ധ്രുവിക്ക് ഡിസൈൻ ചെയ്തതല്ല. അത് സാരമില്ല, അവനോട് ഞാൻ പറഞ്ഞോളാം. ധ്രുവിക, ഇത് നിട്ട് വന്നേ, ഞാനൊന്ന് കാണട്ടെ. ഓക്കെ. ഏട്ടനോട് പോയി. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. Wow, Dhruvika, you are so beautiful. Really, you are so sexy in this dress. ഓ, വാട്ട് ദ ഫക്ക്. സ്റ്റെഫി, വാട്ട് ഈസ് ദിസ്? നിന്നോട് ഞാൻ ഈ ധ്രുവിക്കുള്ള ഡ്രസ് അല്ല എന്ന് പറഞ്ഞിരുന്നു. യെസ് സർ. പിന്നെ ഞാൻ എന്തേ കാണുന്നത്? പറഞ്ഞ ജോലി ചെയ്യാൻ അറിയില്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്ത് പോവാൻ നോക്ക്. അയ്യോ, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തേ ഉള്ളൂ. ഷട്ട് അപ്പ്, ഇവിടെ വാ. സർ, ഞാൻ അല്ല, ധ്രുവിക എവിടെ? അവളുടെ ഡ്രസ്സിന് ഇത്തിരി കഴിഞ്ഞില്ലേ? അത് ആ ഡ്രസ്സ് ഇട്ടതിന് രുദ്ര സാർ ദേഷ്യപ്പെട്ട് ധ്രുവിയെ വിളിച്ചുകൊണ്ട് പോയി. ഓ, ഓക്കെ, ഞാൻ നോക്കിക്കോളാം. എന്താടി, അവർ നിന്നോട് ഈ ഡ്രസ്സ് നിനക്കുള്ളതല്ലെന്ന് പറഞ്ഞതല്ലേ? പറയാൻ. പറഞ്ഞു. പിന്നെ
എന്തിനാ നീ ഇതിട്ടത്? അത് ഏട്ടൻ പറഞ്ഞപ്പോ. ഏട്ടൻ പറഞ്ഞു പോയോ? ഏട്ടനല്ല നിന്റെ കാര്യം തീരുമാനിക്കേണ്ടത്, ഞാനാണ്. ഐ ആം യുവർ ഹസ്ബൻഡ്, അത് മറക്കണ്ട. ഇനി ഇതുപോലെയുള്ള ഡ്രസ്സ് ഇട്ടാൽ മോഡലിംഗ് ആകുമ്പോൾ ഇതുപോലെ ഒരുപാട് ഡ്രസ്സ് ഇടേണ്ടി വരില്ലേ? വരും, ബട്ട് ഇവിടെ നിനക്ക് ഇതുപോലത്തെ ഡ്രസ്സ് ഇടേണ്ടി വരില്ല. ഓക്കെ? ഓ, മോനിക്ക് തീരെ ജലസില്ല. പാവം കൊച്ച്. രുദ്ര, ഞാൻ അകത്തേക്ക് വന്നോട്ടെ? എന്താ ഇവിടെ? ഞാനാണ് അവളോട് ആ ഡ്രസ്സ് ഇടാൻ പറഞ്ഞത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ എന്നോട് പറ. ധ്രുവി, നീ പോയി ഇത് മാറ്. ഏട്ടനെന്താ ഭ്രാന്താണോ ഇതുപോലത്തെ ഡ്രസ്സ് അവൾ കൊടുക്കാൻ? അതിനെന്താ, ധ്രുവിക്ക് ആ ഡ്രസ്സ് നല്ല ഭംഗിയുണ്ടല്ലോ. വാങ്ങു, അവളുടെ എല്ലാം പുറത്താ. വാട്ട് യു മീൻ? തേങ്ങ, അവൾ ഇതുപോലത്തെ ഡ്രസ്സ് ഇടുന്നത് എനിക്കിഷ്ടമല്ല. അതിന് നിന്റെ ഇഷ്ടം തരാ അവളെ നോക്കുന്നത്. അവളൊരു മോഡലല്ലേ, അപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണല്ലേ? ആയിക്കോട്ടെ, ബട്ട് അവൾ ഇതുപോലെയുള്ള ഡ്രസ്സ് ഇടണ്ട. അതെന്താന്നാ ഞാൻ ചോദിച്ചത്. അതവളെൻ്റെ പെങ്ങളാവാൻ പോകുന്നതല്ലേ, അപ്പോൾ ഒരു ഏട്ടനെന്ന നിനക്ക് അവളെ ശ്രദ്ധിക്കേണ്ടത് നമ്മളല്ലേ? ഓ, അങ്ങനെ നീ പറഞ്ഞത് ശരിയാണ്. എന്നാലും സമ്മതിക്കരുത് നിനക്ക് ജലസാണെന്ന്. എന്നാ ഞാൻ പോട്ടെ. ഓക്കെ. ഒരു ഉത്തരവാദിത്തം നിനക്ക് എന്തിൻ്റെ കേടാണ്? അവൾ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടോട്ടെ, നിനക്ക് എന്താ? വേണ്ടാത്ത ചിന്തയൊന്നും മനസ്സിൽ വേണ്ട. അവൾ നിന്റെ സിസ്റ്റർ ആവാൻ പോകുന്നതാ. സോ ജലസി തോന്നണ്ട. ബട്ട് എനിക്ക് ഫസ്റ്റ് ടൈം ഫീലിങ്സ് തോന്നിയത് അവളോട്. എങ്ങനെ മറക്കും ഞാൻ? പോരാത്തത് അന്നത്തെ നൈറ്റ്. ഓ ഷിറ്റ്, ഐ വാണ്ട് ഹർ. നിന്നിഴൽ പോലെ കൂടെ വരാം ഞാൻ, നീ എൻ്റെ സൂര്യനല്ലേ. വേളി നീലാവായി തേടി വരാം ഞാൻ, നീ എൻ്റെ സന്ധ്യയല്ലേ. അന്നഗ്രഹാര രാത്രിയിൽ തേരുവന്നപ്പോൾ കരതാരിൽ നമ്മൾ മൺചെരാതും കൊണ്ടു നടന്നില്ലേ. തിരിയൂതി മെല്ലെ നെഞ്ചിൽ ചേർത്തില്ലേ. മോളെവിടെ? ദേ വരുന്നു. ഷോ, എന്റെ പെങ്ങൾ സുന്ദരിയായി. മോൾക്ക് സാരി നന്നായിട്ട് ചേരുന്നുണ്ട് അല്ലേ രുദ്ര? സുന്ദരിയായിട്ടുണ്ട്. താങ്ക് യു ഏട്ടാ. വാ, ഉള്ളിലോട്ട് പോവാം. വാ മോളെ, നമുക്ക് ഒരുമിച്ച് പോവാം. ഓ, ഏട്ടനായി പോയി. എനിക്ക് കാണാമായിരുന്നു. നിക്ക്, ഒരാളോട് വരാനുണ്ട്. ആരാ വരാൻ? അത് ഇവരുടെ അമ്മയുടെ അനിയത്തിയും ഭർത്താവും മക്കളുമാണ്. ഇപ്പൊ വരും. അവരിറങ്ങിയിട്ട് ഒരുപാട് നേരമായെന്ന് പറഞ്ഞു. ഇപ്പൊ വരുമായിരിക്കും. ഓ, ചെറിയ വരുന്നുണ്ടോ? എന്താ ഏട്ടാ ഒരിളക്കം? എന്താ? എന്ത്? ഒന്ന് പോടാ. ഓ, എന്തോ ഉണ്ട്. അവർക്ക് 2 പെൺകുട്ടികളല്ലേ? ആണോ? എനിക്കറിയില്ല. ഓ, നിനക്കറിയില്ല അല്ലേ? ഞങ്ങൾ ലൈറ്റ് ആയോ? വരുന്നതായിക്കോ ട്രാഫിക് പെട്ടു, അതാ. ഇല്ല, ഞങ്ങളിതാ അമ്പലത്തിൽ കയറാൻ നിൽക്കായിരുന്നു. വാ മീനാക്ഷി. ഞാൻ മീനാക്ഷി. ഏട്ടനോട് കുറേ ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോഴെങ്കിലും നടന്നല്ലോ, സന്തോഷം. മക്കളെ, സുഖം എല്ലാവർക്കും? ആ ശരി അമ്മേ, സുഖാണ്. ചെറുപ്പത്തിൽ കണ്ടതാ, ദേവയെ ഇടക്കൊന്ന് കണ്ടായിരുന്നു. രുദ്രയെ കുഞ്ഞിലെ കണ്ടതാ, ഒരുപാട് വലുതായി. ഇത് ദേവിയുടെ മോളാണല്ലേ? അതെ, ഇത് ധ്രുവിക. ഇന്നു മുതൽ എന്റെ അനിയത്തി. നിന്റെ മാത്രമല്ല, രുദ്രയുടെയും. അതെന്തേലാവട്ടെ, മുഹൂർത്താവാനായി. അല്ല, മക്കളെവിടെ? അങ്ങനെ ചോദിക്കച്ച. അവരിത് എവിടെ പോയി? അവര് അമ്പലക്കുളം കാണുന്നു പറഞ്ഞ് പോയിക്കാ. ദേ ഇപ്പൊ വരും. ആ, ഇതാ വരുന്നു. മീര, കീർത്തു, നിങ്ങള് എങ്ങനെയുണ്ട്? ഞങ്ങൾ സർപ്രൈസ്.
ആഹാ, നിങ്ങൾക്കറിയോ പരസ്പരം? പിന്നെ ഞങ്ങൾ ഒരുമിച്ചിട്ടാ പഠിച്ച്, അതും ഒരേ ഹോസ്റ്റലിൽ. അത് ശരി, അപ്പൊ നിങ്ങളെ കൂട്ടാണല്ലേ? ഇനിയിപ്പോ ധ്രുവിക്ക് കൂട്ടായല്ലോ. അത് ശരി. എന്നാ വാ, അകത്തേക്ക് പോകാം, മുഹൂർത്താവാനായി. കുട്ടി തെണ്ടികളെ നിക്കാടെ, നിങ്ങൾക്കൊക്കെ അറിയായിരുന്നല്ലേ? എനിക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? അയ്യോ സത്യമായിട്ട് നീ പറഞ്ഞപ്പോയാ ഋതുവേട്ടൻ ഗണേശങ്ങളുടെ മോനാണെന്ന് ഞങ്ങൾ അറിയുന്നത്. നിന്റെ അമ്മയെ കേട്ടോന്ന് അന്ന് നിനക്ക് സർപ്രൈസ് തന്നെന്ന് വെച്ചിട്ടാ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെന്ന് ഞങ്ങൾ പറയാഞ്ഞ്. ബട്ട് ഇവരെ ഞങ്ങൾ ചെറുപ്പത്തിൽ കണ്ടതാ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവരെ സത്യമായിട്ടും അറിയില്ലടി. അതെ. ശരി, വാ നടക്ക്. வாய்ப்பாட்டு பாடும் பெண்ணே மௌனங்கள் கூடாது, வாய்ப்பூட்டு சட்டம் எல்லாம் பெண்ணுக்கு ஆகாது, வண்டெல்லாம் சத்தம் போட்டால் பூஞ்சோலை தாங்காது, முட்டுக்கள் சத்தம் போட்டால் வண்டுக்கு கேட்காது, ஆடிக்கு பின்னாலே காவேரி தாங்காது, ஆளான பின்னாலே அல்லிப்பூ மூடாது, ஆசை துடிக்கின்றதோ என் வீட்டு தோட்டத்தில் பூவெல்லாம் கேட்டு பார், என் வீட்டு ஜன்னல் கம்பி எல்லாம். എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ആഹാ, നിങ്ങൾ പോവാണോ? അപ്പൊ വീട്ടിലോട്ട് വരുന്നില്ലേ? അല്ല, ഞങ്ങൾക്കിന്ന് വൈകുന്നേരം US പോകണം. അതിനു മുമ്പ് ഇവർ രണ്ടുപേരെയും തറവാട്ടിലോട്ടാക്കി കൊടുക്കണം. അവരെന്നാ ഞങ്ങളുടെ വീട്ടിൽ നിന്നോട്ടെ. അത് വേണ്ട, രണ്ടുപേരും തല തിരിച്ചു വെക്കും വീട്. അത് സാരല്ല, ധ്രുവിക്കൊരു കൂട്ടാക്കും. മക്കൾ ഇവിടെ നിന്നോട്ടെ. ഡാഡി പ്ലീസ് 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 നിന്നോട്ട് ഡാഡി പ്ലീസ്. ശരി, കുരുത്തക്കേടൊന്നും കാട്ടരുത്. ഓക്കെ? സമാധാനം. ഞാൻ ഇന്നൊരു കളിക്ക് കളിക്കും. ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്ത്? നീ ഒന്ന് പോയി. ഹായ് അങ്കിൾ. ആഹാ മോനെ, നീ നാളെ വരുന്നു പറഞ്ഞിട്ട്. നിങ്ങളെ സർപ്രൈസ് ഒക്കെ വന്നതാ, ബട്ട് കുറച്ച് ലേറ്റ് ആയി പോയി. അത് സാരല്ല, നീ ഇനിയിപ്പോ ഒന്നും പോയില്ലല്ലോ. നോ അങ്കിൾ, കുറച്ച് മന്ത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓ ശൈത്യം, എന്താടി ആരാ ഇത്? അവളുടെ ചെറുപ്പത്തിലെ ശത്രു. രണ്ടും കണ്ട അടിയാ. അങ്കിളിന്റെ ഏട്ടന്റെ മോനാണ് ജതി. ഏട്ടന്റെ അച്ഛനും അമ്മയും ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. അന്ന് മുതൽ ഏട്ടൻ അങ്കിളുടെ കൂടെയാ. വീട്ടിൽ വരുമ്പോ ഏട്ടനുണ്ടാകും. ഇവർ രണ്ടുപേരും കണ്ട അടിയാ. ആരാ ഇത്? ഏട്ടന്റെ വീപ്പ പറ്റിയോ? സുഖാണോ നിനക്ക്? വീപ്പുകുട്ടി നിന്റെ മറ്റവള്. ഡോൺ വെറി മോളു, ആ അവസരം നിനക്ക് തന്നെയാ അല്ലേ അങ്കിൾ? പിന്നല്ലാതെ അവള് നിനക്ക് തന്നെയാടാ. അമ്മേ, പോടാ, അവളെ കളിയാക്കാതെ. അല്ല, ഇതാണോ അങ്കിളിന്റെ മോള്? അതെ. ഹായ്, ഞാൻ ചിത്തി. എന്നെ ചിത്തേട്ടാന്ന് വിളിച്ചോ? അതിനേക്കാൾ നല്ലത് കാട്ടുപോയിന്ന് വിളിക്കുന്നതാ. ഓ, നിനക്ക് എന്തുവേണേലും വിളിക്കാം. നീ എന്റെ വീപ്പക്കുറ്റിയല്ലേ? ഇവരെ ഇന്ന് ഞാൻ കീർത്തോ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവരെന്തെങ്കിലും കുരുത്തക്കേട് കാട്ടിയാലേ ഞങ്ങളെ വിളിക്കണം. ആ, നിങ്ങൾ ഈ സമാധാനത്തോടെ പോയിക്കോളും, ഞാൻ നോക്കിക്കോളാം. ഓ, അപ്പൊ ഇവര് ഇവിടെ നിന്ന് പോകുന്നില്ലേ? ഷോ, എനിക്ക് വായ. വയ്യെങ്കിൽ പോയി ഡോക്ടറെ കാണിക്ക്. ഷോ, നിന്റെ ഒരു തമാശ. പോ അവിടുന്ന്. അല്ല, ഈ അടുത്ത് ദേവാ രുദ്ര. പോടാ, നീ ഇപ്പാണോ ഞങ്ങളെ കണ്ണി കണ്ടത്? വാട്ട് ഈസ് ദിസ് ദേവ? ഇങ്ങനെ സുന്ദരി വഴി നിൽക്കുമ്പോ നിങ്ങളെ ഞാൻ കണ്ടില്ല. ഐ എം സോറി. ഒന്ന് പോടാ. നിങ്ങൾ വന്ന് വണ്ടി കയറിക്കേ. എടാ രുദ്ര. എന്തോ? പോയി വണ്ടി കയറടാ. ഡാഡി ഗ്രാമവാസീസ് മുളെ കീർത്തോ.
മോളെ മുകളിൽ രണ്ടാമത്തെ റൂം മോളെടുത്തോ, അതിന്റെ തൊട്ടടുത്തത് കീർത്തി മീനും എടുത്തോട്ടെ. ഓക്കെ അങ്കിൾ. അപ്പൊ ഞാനോ? നിന്റെ സ്ഥിരം റൂമിലോട്ട് പോക്കോ. ഓക്കെ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ, ഈവനിങ് കാണാം. ഒറ്റയ്ക്ക് എടുത്തു മോളെ. നീ പോടാ മാങ്ങന്റെ മോറ. എന്നാ നിങ്ങളെല്ലാരും ഫ്രഷ് ആയിക്കോളെ. മോളെ വാ, റൂമിലേക്ക് പോവാം. ശരി ഏട്ടാ. ഓ മൂടന്ന് കളഞ്ഞു. ആ ദുഷ്ടൻ എന്തിനാ വന്നു? ശല്യം. അത് പൊടി പാവാണേട്ടെ, കോപ്പാണ്. ഞാൻ ഡ്രോയുടെ അടുത്തേക്ക് പോയിട്ട് വരാം. ഓക്കെ. പോയോ എന്റെ മീനു? ഈശ്വര, പേടിപ്പിച്ചല്ലോ. ആരെങ്കിലും കാണും. നീ ഉണ്ടായിരുന്നേ, നീ എന്നെ വിളിച്ചപ്പോ ധ്രുവയുടെ കാര്യം പറയാഞ്ഞേ? ഞാനത് പറയാൻ വന്നപ്പോഴല്ലേ ദേവിയുടെ ഫോൺ കട്ടാക്കി പോയി. എന്തായാലും ഇനി കുറച്ച് ദിവസം കാണാലോ. ഓലൊക്കെ തീർത്തൊന്നാലും അറിഞ്ഞാലേ നമ്മൾ കൊള്ളും. ധ്രുവി അറിഞ്ഞാൽ പിന്നെ ആരെയും അവിടെ തന്നെ. അന്ന് പോലീസ് സ്റ്റേഷൻ വെച്ച് കണ്ടപ്പോയി ഞാൻ തരിച്ചുപോയി. ഇതെങ്ങാനും അവർ രണ്ടാളും അറിഞ്ഞ നിന്നെ വെട്ടി അടുപ്പിൽ വെക്കും. സത്യം. കീർത്തു കോപ്പ് എത്ര അടി തുടങ്ങിയിട്ട്? 1 year ആയി. ആരോടും പറയലേടി. 1 year ദുഷ്ടി. ഒരു ദേവേട്ടനാണ് നിന്റെ കാമുകനെന്നറിയാം, പക്ഷെ അത് ഈ ദേവേട്ടനാണെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അല്ല, എങ്ങനെ തുടങ്ങി നിങ്ങള്? അത് ഒരു ഇൻസ്റ്റാഗ്രാം പ്രേമം. നാട്ടിക്കരുത് എന്റെ പൊന്നു മോളല്ലേ. ഞാൻ പറയുന്നില്ല ആരോടും. പക്ഷെ ധ്രുവി അറിഞ്ഞാലേ കൊല്ലും നിന്നെ. നിനക്ക് രുദ്രേട്ടൻ ഗണേശങ്കളിന്റെ മോളാണെന്ന് നേരത്തെ അറിയുന്നല്ലേ. അവൾ അറിഞ്ഞാ നീ തീർന്നു. നീ പേടിപ്പിക്കല്. ഞാൻ പറയാൻ വന്നതാ, പക്ഷെ നമ്മളെത്തിയപ്പോഴേക്കും അവിടെ മാരേജ് കഴിഞ്ഞില്ലേ. പിന്നെ പറഞ്ഞിട്ട് എന്താന്ന് വിചാരിച്ചു. ശരി, ഞാനായിട്ട് പറയുന്നില്ല. എന്റെ ഫോൺ എടുക്കാവുന്നതുകൊണ്ട് ഇതൊക്കെ അറിയാൻ പറ്റി. സോറി, ഇനി ആരോടും പറയല്ലേ. ശരി ശരി. സാർ എന്താ വിളിച്ചേ? ഫോട്ടോഷൂട്ട് തുടങ്ങിയോ? നോ, ധ്രുവിക ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയി. സാർ, ഈ ബോയ് ടൈപ്പ് ഡ്രസ്സൊക്കെ ധ്രുവിക ചെയ്താൽ ശരിയാവോ? ആവും, അവർക്കെല്ലാം ചേരും. സോറി സാർ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താ? അത് അവർക്കൊരു നേക്കഡ് ബാക്ക് ബോഡി പിക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു, അതും ധ്രുവികയുടേത്. വാട്ട്? നോ, അത് പറ്റില്ല. സാർ, അത് വേണം, അവർക്കത് നിർബന്ധമാണ്. ഇല്ല, നേക്കഡ് ബോഡി എന്നൊക്കെ പറഞ്ഞ നോ. സർ, നേക്കഡ് ബോഡി അല്ല, ജസ്റ്റ് സൈഡ് വ്യൂ. അവരുടെ പ്രൊഡക്റ്റ് കാണിച്ചൊരു ക്ലോസ് പിക്ക്. മറ്റു ഡ്രസ്സ് വല്ലതും ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ ഡ്രസ്സിൽ പോകുമെന്ന് പറഞ്ഞിട്ടാ ഇങ്ങനെയൊരു സജഷൻ. ബട്ട് ധ്രുവികൾക്കും അത് പറ്റില്ല. ധ്രുവിക സമ്മതിച്ചിട്ടുണ്ട്, ഇത് കഴിഞ്ഞാൽ അതാവും എടുക്കുക. വാട്ട്? ഓക്കെ, ഞാൻ വരാം, നടക്ക്. ഇയാൾക്കിതെന്താ? ആ കൊച്ചിന് പ്രശ്നമില്ല, ഇയാൾക്കിത് എന്തിന്റെ കേടാ? പെരുമാറുന്നത് കണ്ടാൽ തോന്നും ഇയാളുടെ ഭാര്യയാണെന്ന്. വാവ് ധ്രുവി, അടിപൊളി. യു ആർ സോ ബ്യൂട്ടിഫുൾ. ശാപം വിളിപ്പിച്ചിരിക്കുന്നു കണ്ടോ? കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ബാക്ക് പിക്ക് എടുക്കാം അല്ലേ ധ്രുവിക? നീ റെഡി അല്ലേ? ഓക്കെ സാർ, ബട്ട് എങ്ങനെയാ വേണ്ടത്? ഓൾ ഓഫ് യു ഗെറ്റ് ഔട്ട്. സാർ, വാട്ട് ഹാപ്പൻ? പീറ്റർ, ആ ക്യാമറ ഇങ്ങത്താ. അടുത്ത പിക്ക് ഞാൻ എടുത്തോളാം. സാർ, ഞങ്ങളോട് നിന്നോളാം. ഐ സേ ഗെറ്റ് ഔട്ട്. എല്ലാവരും പോകണം. ഞാനും ധ്രുവികയും ഒഴികെ എല്ലാവരും. ഓക്കെ സാർ. ഇയാൾക്കിതെന്താ? ധ്രുവികയോട് ഇയാൾക്ക് എന്തുകൊണ്ട്? ശരിയാ, എനിക്കും തോന്നി ചെറിയൊരു ജലസി. ധ്രുവി, റിമൂവ് യുവർ ക്ലോത്ത്സ്. സാർ, അത് നിനക്ക് അവളുടെ മുമ്പിൽ ഊരാൻ ബുദ്ധിമുട്ടില്ല, എന്റെ മുമ്പിലാണോടി നിനക്ക് ബുദ്ധിമുട്ട്? അല്ല, അതല്ല, എല്ലാം മാറ്റണം. നിന്റെ ബാക്ക് ഭാഗം ഫുള്ള് കാണണം. സോ റിമൂവ്. ഓക്കെ.
എന്താ ആലോചിക്കുന്നത്? അവരോട് ഓക്കെ പറഞ്ഞപ്പോ നീ ആലോചിച്ചില്ലേ ഇതുപോലെ റിമൂവ് ആക്കാൻ പറഞ്ഞാൽ അത്ര പേരുടെ ഇടയിൽ നീ നേക്കടായി നിൽക്കോ? പറ. സർ അത് പിന്നെ നീ പിക്ക് എടുക്കുമ്പോ ഓക്കെ പറഞ്ഞു. സോ ഇത് മാറ്റാൻ പറ്റില്ല. സോ റിമൂവ് യുവർ ക്ലോത്ത്സ്. அடியே நீதானடி என் போதைத்த Focus, Rudra. Don't look her. Focus only her back. சகிய நீ யாரடி கை தீண்டும் பௌர்ணமி கொஞ்சம் நில்லு பெண்ணே Okay, done. Dress പോയിട്ടോ. நானும் கூடும் நேரம் വിട്ടു ചെല്ലാതെ സർ എനിക്ക് ഡ്രസ്സ് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ തന്നെ എങ്ങനെയുള്ള പിക്കാ വേണ്ടതെന്ന് ആലോചിക്കായിരുന്നു. സാറിന്റെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അന്ന് നൈറ്റ് പോലീസ് വന്നില്ലായിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ നമ്മൾ പരസ്പരം കണ്ടിരുന്നു. അത് മാത്രമല്ല, യു ആർ മൈ ഹസ്ബൻഡ്. ആ ധൈര്യത്തില ഈ പിക്ക് എടുക്കാനുള്ള ഓക്കെ പറഞ്ഞത്. കാരണം സാർ അറിഞ്ഞാൽ ഇതെടുക്കാൻ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. ബട്ട് സാർ വന്നെടുക്കുന്ന ഞാൻ കരുതിയില്ല. ധ്രുവിക, യു ആർ ഡ്രൈവിംഗ് മീ ക്രേസി. നീ എന്നെ വല്ലാണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. നീ എൻ്റെ സ്റ്റെപ്പ് സിസ്റ്റർ ആണെന്നുള്ള ഒറ്റ ബൗണ്ടറിയാണ് എന്നെ കൺട്രോൾ ചെയ്യിപ്പിക്കുന്നത്. ഇല്ലെങ്കിൽ നീ അറിഞ്ഞേനെ ഈ രുദ്രയെ. നീ ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്ക്. നിക്ക്, ഞാൻ നോക്കിട്ട് വരാം. എനിക്കത് പേടിയാവുന്നു. ഇപ്പൊ കുപ്പി കാണുമ്പോഴേ പേടിയാവും. നീ ഒന്നും മിണ്ടാതിരിക്കുക, ആരുമില്ല. അപ്പൊ തുടങ്ങല്ലേ? യെസ്, വേഗം. അയ്യോ, ആരാ? നിക്ക്, ഞാൻ നോക്കി വരാം. ഓ, താനോ? എന്താ മക്കൾക്ക് പരിപാടി? താഴേക്കൊന്നും കണ്ടില്ലല്ലോ. ഞങ്ങൾക്ക് പല പരിപാടിയും കാണും. തനിക്കെന്താ? താനൊന്ന് പോയി. എന്താടാ, എന്താ ഇവിടെ? ദേവാ, ഇവൾക്ക് എന്തോ ചുറ്റിക്കളി. എന്താ കർത്തു? എന്താ ചുറ്റിക്കളി? ഒന്നുമില്ല, ഇയാള് ചുമ്മാ പറയാം. എന്നാ ഒന്ന് മാറ്, ഞങ്ങൾ നോക്കട്ടെ അകത്തെന്താന്ന്. അയ്യോ, വേണ്ട. അപ്പൊ എന്തോ ഉണ്ട്. ദേവാ, വാ, നമുക്കൊന്ന് കയറി നോക്കാം. അയ്യോ, എന്റെ ഷോ നശിപ്പിച്ച്. ഓഹോ, ഇതാണല്ലേ പണി. നിങ്ങൾ കൊള്ളാലോ. എവിടുന്ന് കിട്ടിയത്? അങ്കിളിന്റെ റൂമിൽ നിന്ന് അടിച്ചു മാറ്റി. ആരെ അറിയിക്കല്ലേ പ്ലീസ്. ആഹാ, ഇങ്ങനെ ഒളിച്ചിരുന്ന് എന്തൊക്കെ പണി പറ്റിക്കുന്നുണ്ടാവും. ഇവളൊക്കെയല്ലേ കൂട്ട്. ഇങ്ങനെ ഇല്ലെങ്കിലേ ഉള്ളു അത്ഭുതം. താൻ പോടോ. താൻ ഇങ്ങനെ ഒരു നല്ല പിള്ള. ഡി, കാണിച്ചു തരാടി. ഞാനിപ്പോ പോയി പറയും. അയ്യോ ഏട്ടാ, പറയല്ലേ പ്ലീസ്. ശരി, എന്നാ ഞങ്ങൾ കൂടെ താ. എന്നാ പറയില്ല. അയ്യോ, ഇത് കുറച്ചുകൂടി എല്ലാവർക്കും കൂടെ ഉണ്ടാവില്ല. അയ്യടാ, ഞങ്ങൾക്ക് ഒരു ക്ലാസ് തന്നെ ധാരാളാണ്. ഒഴിക്ക അങ്ങോട്ട്. ഓ, കാലമാട്. എന്താടി നോക്കുന്നത്? ഒഴിക്കങ്ങട്ട്. ആ, ഒഴിക്കല്ലേ. എവിടെ എല്ലാരും ആരും കാണുന്നില്ലല്ലോ. അവിടെ എന്ത് സൗണ്ട്? സുന്ദരന, വാ നമുക്ക് കളിക്കാം. എന്നാ ഞാനുണ്ട്. ഇങ്ങനെ ആൾത്തന്നെ ഇതിങ്ങനെ രസമുണ്ട്. എന്റെ പൊന്നെ, എന്നെയും കൂട്ട്. ഓ, ആർക്കും കളിക്കാനുള്ള ബ്ലഡി ഫോഴ്സ്. ഇങ്ങനെ കളിക്ക്. ബേബി, നീ നന്നായി കളിക്കുന്നുണ്ടല്ലോ. ഗുഡ് ഗേൾ. താങ്ക് യു. എടാ, നിനക്കറിയോ ഈ ദ്രോവിയില് എന്റെ പെങ്ങള് മാത്രല്ലടാ, നമ്മൾ രുദ്രന്റെ പെണ്ണുങ്ങളാ. ഓ മൈ ഗോഡ്, ഞാൻ അറിഞ്ഞില്ലല്ലോ അവരുടെ കല്യാണം കഴിഞ്ഞത്. എന്നോട് ആരും പറഞ്ഞില്ല. എനിക്ക് പായസം കേട്ടില്ല. അയ്യോ, കാര്യല്ലേട്ടാ, ഞാൻ തരാം പായസം. കുടിക്ക്. ഇത് രസമില്ല, വേറെ താ. അയ്യേ, ഇതെന്തങ്ങനെ? മീര, ഐ ലവ് യു ഡി. എന്റെ ഈശ്വര, ഇത് നിങ്ങൾ എന്താ ഇങ്ങനെ? എന്താ ഇവിടെ?
അയ്യോ ആരിത് മണവാളനോ? എന്നാലും നീ എന്നെ വിളിച്ചില്ലല്ലോടാ. അയ്യോ കരയണ്ട. ഡാ, നീ ചെയ്തത് മോശമായി. അവനോട് പറഞ്ഞില്ലല്ലോ. മോശം മോശം മോശം. ഒന്ന് നിർത്തുന്നുണ്ടോ? ബോധമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഞാനുണ്ട്. കണ്ടാലും പറയും. ബണ്ണി ബണ്ണി എവിടെയായിരുന്നു? വാ നമുക്ക് പോവാന്ന്. നമ്മൾ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ധ്രുവി, നിനക്കും ബോധമില്ലേ? ബണ്ണി വാ പോവാം. അവർക്കൊന്നും ബോധമില്ല. വാ പോവാം. ബണ്ണി യു ആർ സോ ക്യൂട്ട്. ക്യൂട്ട് ബണ്ണി. യുനോ ബണ്ണി, എനിക്കൊരു വൈൽഡ് ബണ്ണി അറിയാം. ഈസ് സോ ഡേഞ്ചറസ്. പെട്ടെന്ന് സ്വഭാവം മാറും. ഇടയ്ക്ക് നല്ല സ്വീറ്റ് ആവും, ഇടയ്ക്ക് ഡേഞ്ചറസ് ബണ്ണി. ബട്ട് ഐ ലൈക്ക് ഹിം. അതെന്താ? അതോ അതൊന്നും പറയില്ല. ഇറ്റ്സ് സീക്രട്ട്. പറ, ഞാൻ ആരോടും പറയില്ല. വേണ്ട, നീ പറയും. ഇല്ല, ആരോടും പറയില്ല. അതെന്താണോ? ഹീസ് മൈ ഹസ്ബൻഡ്. എനിക്കതിൽ ഒരുപാട് ഇഷ്ടം. ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്. ബണ്ണിക്കറിയോ, അയാളാണ് എൻ്റെ ഫസ്റ്റ് കിസ്. പക്ഷെ അയാളിപ്പോൾ എൻ്റെ ബ്രദറാണ്. സോ ട്രാജിക്. ബട്ട് യു നോ ബണ്ണി, എനിക്ക് ആ കാട്ടുമുയലിനെ ഒരുപാട് ഇഷ്ടം. കളിച്ച് തിന്നാൻ തോന്നും. ഇതുപോലെ. ധ്രുവി, അയ്യോ സോറി, ഞാൻ പെട്ടെന്ന് എൻ്റെ സീക്രട്ട് ഹസ്ബൻഡാണെന്ന് കരുതി. യു എക്സാക്ട്ലി ലുക്ക് ലൈക്ക് ഹിം, ബട്ട് ഈസ് ബിഹേവ് ലൈക്ക് ദിസ്. ബട്ട് യു ആർ സോ ക്യൂട്ട്. ഐ ലൈക്ക് യു. ബണ്ണി, ഐ വാണ്ട് ടു സ്ലീപ്. Can you hug me? sure. Bunny, I want to tell you something. It's a big secret. ആരോടും പറയില്ല, okay? ഇവിടെ എണീറ്റില്ലേ? എനിക്കതിന് മുമ്പ് പോവാം. എൻ്റെ ഈശ്വരാ, ഇങ്ങനെ ഇവിടെയാണ് കിടന്നത്. അയ്യേ. ഓ എൻ്റെ ഈശ്വരാ, തല വേദനിക്കുന്നു. അയ്യേ, ഇവരിവിടെയാണ് കിടന്നത്. തീർത്തും തല വേദനിക്കുന്നു. എനിക്കുണ്ട്. ഇവരിവിടെയാണ് കിടന്നത് ആണെന്ന് തോന്നുന്നു. അല്ല, ധ്രുവി എവിടെ? ശരിയാണല്ലോ, അവിടെ എവിടെ പോയി? അറിയില്ല. എന്തായാലും ഫ്രഷ് ആയിട്ട് ചെന്ന് നോക്കാം. ദേവേട്ടാ, എനിക്കണോ? തന്റെ റൂമിൽ പോടോ. ഈ പിശാച് സ്വപ്നത്തിനും വരാൻ തുടങ്ങിയോ? പിശാചിന്റെ കെട്ടിയോള്. ഓ ശല്യം, ഒന്ന് നിർത്ത്. ജിത്തു വാ, നമുക്ക് റൂമിൽ പോവാം. ഇത് ഇവരുടെ റൂമാ. ഓ ആണോ? എന്നാ വാ. നീ എപ്പോഴാ റൂമിൽ പോയേ? അറിയില്ല. എണീറ്റപ്പോ ഞാൻ എന്റെ റൂമിലാ. ഓ, ഞങ്ങൾ എണീറ്റപ്പോ നിന്നെ കണ്ടില്ല. ഗുഡ് മോർണിംഗ് ധ്രുവി. ഗുഡ് മോർണിംഗ്. എന്താടി മോന്തൊക്കെ ഒരു കാനം? ഒന്ന് പോടോ. ഗുഡ് മോർണിംഗ്. നീ വന്നോ? നീ ഇന്നലെ പറഞ്ഞേ ധ്രുവി രുദ്രയുടെ. പതിയെ പറ, ആരും കേൾക്കും. അതെന്താ ആരെങ്കിലും കേട്ടാ? അപ്പൊ അത് ശരിയാണാ? ശരിയാണ്. അതെങ്ങനെ? ഐ കാൺ ബിലീവ് ദിസ്. അതിനെ താൻ വിശ്വസിക്കണ്ട. നീ ഒന്ന് പോയി. ദേവാ, നീ പറ. ഓ നന്നായി. ഇനി എന്ത് ചെയ്യും മല്ലയ്യ? അറിയില്ല, എന്തേലും വഴി കാണണം. ആഹാ, ബോധം വന്ന എല്ലാവർക്കും. എന്തായിരുന്നു ഇന്നലെ? നിനക്കെങ്ങനെ നമുക്ക് ബോധമില്ലാത്തറിയാ? ഞാൻ വന്നിരുന്നു റൂമില്, അപ്പൊ നിങ്ങൾക്കൊന്നും ബോധമില്ല. ഓ എന്തായാലും നിന്റെ ബോധം പോയ അത്രക്ക് ഞങ്ങൾക്ക് പോയില്ല. അത് ശരിയാ. ഇനി എന്റെ മേലോട്ട് കയറി.
ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ചെറിയച്ച? ഞങ്ങൾ ദേവന്റെയും മീരമോളുടെയും കല്യാണം നടത്താൻ തീരുമാനിച്ചു. ഇവർ തമ്മിൽ ചില ചുറ്റികൾ തുടങ്ങിയിട്ട് കുറച്ചായെന്ന് കേട്ടു. ഇനി വെച്ച് താമസിപ്പിക്കണ്ടെന്ന് കരുതി. എന്താണ് നിന്റെ അഭിപ്രായം? ഞാനെന്ന് പറയാനാ, സന്തോഷം. എത്രയും പെട്ടെന്ന് നടന്നാൽ അത്രയും നല്ലത്. അയ്യടാ, ചെക്കൻ്റെ ഒരു നാണം. നാണിക്ക് അവന് മാത്രല്ലടാ, നിനക്കും അവസരം തരാം. അതെന്താ? നിങ്ങളുടെ കൂടെ കീർത്തിയുടെയും ജിത്തുവിന്റെയും മാരേജ് നടത്തും. അതിനും കീർത്തി സമ്മതിക്കണ്ടേ? അവൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. ആര് പറഞ്ഞു? എനിക്ക് സമ്മതമാണ്. ആണോ? സത്യം? കാര്യം പറ. അയ്യോ, അവന്റെ മാവ് പൂത്തു. അയ്യേ, ഇത്രകാലം വെറുതെ ദേഷ്യം നടക്കായിരുന്നല്ലേ കൊച്ചു കള്ളി പെണ്ണ്. ഓടി. അത് മാത്രല്ല, ധ്രുവിക്ക് കൂടെ ഒരാളെ നോക്കണം. ധ്രുവികോ? അവൾക്കിപ്പോ വേണം, കുറച്ച് കഴിഞ്ഞ് മതിയില്ലേ? അവൾക്കും ഇവരുടെ ഏജല്ലേ, അപ്പൊ പിന്നെ നടത്താം. അവൾക്ക് നമ്മുടെ കമ്പനിയിലെ വിഷ്ണു ഒരു പ്രപ്പോസൽ കൂടെ വന്നിട്ടുണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എല്ലാവരോടും ആലോചിച്ചിട്ട് പറയാന്ന് വെച്ചു. എന്താ നിങ്ങളുടെ അഭിപ്രായം? നല്ല ആളാണെങ്കിൽ നമുക്ക് ഇവരുടെ കൂടെ നടത്താലോ. അത് നടക്കില്ല അച്ഛാ. എന്താ രുദ്ര അങ്ങനെ പറഞ്ഞ്? അവനെന്താ ഒരു കുഴപ്പം? എന്റെ ഭാര്യയെ ഞാൻ ആർക്കും കെട്ടിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്ത് ഭാര്യയോ? എന്താ മോൻ പറയുന്നത്? അതെ ധ്രുവി എന്റെ ഭാര്യയാണ്. ലീഗലി ഷീ ഈസ് മൈ വൈഫ്. രുദ്ര, എന്താ നീ പറയുന്നത്? അവള് നിന്റെ സിസ്റ്ററാണ്. ആര് പറഞ്ഞു? അവൾ എന്റെ സിസ്റ്റർ ആവും മുമ്പ് അവൾ എന്റെ ഭാര്യയാണ്. മോനെ, എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ ശരിയാണോ? ദേവ മോനെ, നീ പറ. അതെ, അവൻ പറഞ്ഞത് ശരിയാണ്. പക്ഷേ അതെങ്ങനെ? ഇപ്പൊ അവള് നിന്റെ സിസ്റ്റർ അല്ലേ? ആര് പറഞ്ഞു അവൾ എന്റെ അനിയത്തിയാണെന്ന്? അവൾ എന്റെ അനിയത്തി ആയിരുന്നു. അത് ആന്റിയുടെ ശരിക്കുള്ള മോളായിരുന്നെങ്കിൽ. അപ്പൊ ധ്രുവി ആന്റിയുടെ മോളല്ലേ? അല്ല, അവൾ ആന്റിയുടെ മോളല്ല. അത് നിനക്കെങ്ങനെ അറിയാം? ആര് പറഞ്ഞു നിന്നോട്? എന്നോട് പറയേണ്ട ആൾ പറഞ്ഞു. ആര്? ധ്രുവി, അവള് പറഞ്ഞു. ഞാനോ? എന്ന്? അന്ന് ബോധമില്ലാത്തെന്ന് നീ എന്നോട് പറഞ്ഞതാ. ബണ്ണി, ഐ വാണ്ട് ടു ടെൽ യു സംതിങ്. ഇറ്റ്സ് എ സീക്രട്ട്. എൻ്റെ മമ്മിക്കും അങ്ങോട്ട് മാത്രമേ അറിയുള്ളൂ. എന്താണോ, ഞാനില്ലേ എൻ്റെ മമ്മിയുടെ മോളല്ല. എൻ്റെ മമ്മിയില്ലേ ശരിക്കും എൻ്റെ സ്വന്തം അമ്മയുടെ അനിയത്തിയാ. എൻ്റെ അച്ഛനമ്മയില്ലേ ചെറുപ്പത്തിലേ മരിച്ചു. എനിക്ക് വേണ്ടിയാ എൻ്റെ ദൈവമ്മ ജീവിച്ചത്, ഒരു കല്യാണം പോലും കഴിക്കാതെ. ഇപ്പൊ ഞാൻ ഹാപ്പിയാ. എൻ്റെ ദൈവമ്മ ഇപ്പൊ ഒരു ജീവിതം തുടങ്ങിയില്ലേ. ഐ എം സോ ഹാപ്പി ബണ്ണി. ആരോടും പറയില്ലേ. ഇറ്റ്സ് എ സീക്രട്ട്. ഇല്ല, ആരോടും പറയില്ല. അന്നത് കേട്ടപ്പോയി വിചാരിച്ചതാ എല്ലാം തുറന്നു പറഞ്ഞ് ഇവളെ നിങ്ങളുടെ എല്ലാ സമ്മതപ്രകാരം എന്റെ ഭാര്യയാക്കണമെന്ന്. ആന്റി പ്ലീസ്, ഇവളെ എനിക്ക് തരണം. ഇത്ര കാലം ആന്റി നോക്കിയാലേ, ഇനി ഒരു കുറവ് വരാതെ ഞാൻ നോക്കിക്കോളാം, പൊന്നു പോലെ. പ്ലീസ് ആന്റി, പ്ലീസ്. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും ഇത്ര കാലം ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാ നോക്കിയിട്ടുള്ളത്. നിനക്ക് അവളെ തരുന്നതിലും എനിക്ക് സന്തോഷമുള്ളൂടാ. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. അപ്പോ എല്ലാം കലങ്ങി തെളിഞ്ഞ സ്ഥിതിക്ക് ഇനി പെട്ടെന്ന് കല്യാണം നടത്തല്ലേ? അല്ല അച്ഛാ? അയ്യടാ, ചെക്കൻ്റെ ഒരു തിടുക്കം. ஒரு சிறு வலி இருந்ததுவே இதை
இதயத்திலே உனதிரு விழி தடவியதால் அமிழ்ந்து விட்டேன் மயக்கத்திலே നിഴൽ പോലെ കൂടെ വരാം ഞാൻ നീ എൻ്റെ സൂര്യനല്ലേ വേളി നീലായി തേടി വരാം ഞാൻ നീ എൻ്റെ സന്ധ്യയല്ലേ അന്നഗ്രഹാര രാത്രിയിൽ തേരുവന്നപ്പോൾ കരതാരിൽ നമ്മൾ മൺചെരാതും കൊണ്ടു നടന്നില്ലേ തിരിയൂതി മെല്ലെ നെഞ്ചിൽ ചേർത്തില്ലേ ചെന്താർ മിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണാമെൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈ മണി സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ സീതാ കല്യാണ വൈഭോഗമേ അയ്യേ, നീ എന്തെങ്ങനെ? എങ്ങനെ? നീ എന്താ സാരി കൊടുക്കാതെ? ഞാൻ വിചാരിച്ചു. കൂടുതലൊന്നും വിചാരിക്കണ്ട. ഓ ആയിക്കോട്ടെ വീപ്പക്കുട്ടി. വീട്ടുകുട്ടി നിന്റെ കുട്ടിയോള്. കറക്റ്റ്. ആഹാ ആ ഓ അത് ഞാനാണല്ലേ. ഇതോ ഇവിടെ വാ. മതി തല്ലി കൂടിയത്. ഇനി കുറച്ച് സ്നേഹിക്കാം. അയ്യടാ പോടുന്നു. ഇവിടെ വാടി. ചിറ്റൂട്ട എന്റെ മീനമോളെ, നീ വന്നേ. ഇത് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അടിച്ച് പൊളിക്കും ഞാൻ. അയ്യടാ ഒന്ന് പോയി. ഇങ്ങ് വാ നീ. എവിടെ ഒന്നും കാണാനില്ലല്ലോ. കുളിക്കണോ? എന്താ അവിടെ നിൽക്കുന്നത്? ഇരിക്ക, ഞാൻ ഡ്രസ്സ് മാറി വരാം. പാലൊന്നും റെഡി. എന്താ അവിടെ ഉണ്ട്? എന്നാ കുടിക്ക്. എന്താ ദ്രവി തായിട്ട് നോക്കിയിരിക്കുന്നത്? നാണാണോ? അതല്ല, ഞാൻ ചുമ്മാ. എന്തേ, ഞാൻ വയലു പെണ്ണിയാണോ എന്ന് നോക്കാണോ? അത് പിന്നെ ഉരുളണ്ട. അന്ന് ബോധമില്ലാതെ ഒരുപാട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനാണോ ദ്രവിയുടെ ഫസ്റ്റ് കിസ്? ആണോ? ധ്രുവി, യുനോ, ഞാൻ നിന്നെ കണ്ട ഫസ്റ്റ് ആയിട്ട് തന്നെ ഫ്ലാറ്റ് ആയതാ. ഇത്ര കാലമായിട്ടും ഒരു പെണ്ണിനോട് പോലും തോന്നാത്ത ഫീലിങ്സാ ഒറ്റ നോട്ടത്തിൽ എനിക്ക് നിന്നോട് തോന്നിയത്. അത്ര കൺട്രോൾ ഇട്ടിട്ടാ ഞാൻ അന്ന്. നീ എൻ്റെ സിസ്റ്റർ ആണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കറിയില്ല. ഐ എം ടോട്ടലി ബ്ലാങ്ക്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് അന്ന് നീ പറഞ്ഞത് കേട്ടപ്പോൾ എനിക്കെൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയ പോലെയാണ് തോന്നിയത്. അത്രയും ഞാൻ നിന്നെ അടിമപ്പെട്ടു പോയിട്ടുണ്ട്. നിന്നെ അന്ന് ഫോട്ടോഷൂട്ട് നീക്കടായി കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ നീ എൻ്റെ പെങ്ങളാണെന്നുള്ള ഒറ്റ ധാരണയിലാണ് ഞാൻ കൺട്രോൾ ചെയ്തത്. അറിയാം, നിങ്ങളെ ഓരോ മാറ്റവും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. നിങ്ങളെ ഞാൻ എൻ്റെ ബ്രദറായി കണ്ടിട്ടില്ല. നിങ്ങളെ ഞാൻ എന്നും എൻ്റെ ഹസ്ബൻഡായിട്ട് കണ്ടിട്ടുള്ളൂ. അത് അന്നും ഇന്നും ഇനി എന്നും അങ്ങനെ തന്നെയാവും. ഐ ലവ് യു രുദ്രേട്ട. ഒന്നോട് വിളിക്കുന്നേ രുദ്രേട്ട. ഇല്ലാതെ ഊരിലേ
പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സോറി ധ്രുവി. അക്കം പക്കം യാരുമില്ല ഭൂലോകം വേണം എന്നാസைதான் உன்னிருக்கத்திலே என்னாயுள் வரை உன்னரைப்பினிலே வேறென்ன வேண்டும் உலகத்திலே இந்த இன்பம் போதும் நெஞ்சினிலே ஏழு ஜென்மம் வாழ்ந்திருப்பேன் யாருமில்ல பூலோகம் வேண்டும் அந்திப்பகல் உன்னருகே